ഉമ്മറത്തെ തടിവാതിൽക്കൽ വെച്ച് രുദ്രൻ പെട്ടെന്ന് നിന്നു. അവൻ്റെ മുഖത്ത് പതിവില്ലാത്തൊരു ഗൗരവം നീലക്കുന്നുണ്ടായിരുന്നു. അകത്തളത്തിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ജാനകിയമ്മയുടെ നേർക്ക് തിരിഞ്ഞ് അവൻ തൻ്റെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അമ്മയോട് അവസാനമായി ഞാൻ പറയുകയാണ്, എൻ്റെ സമ്മതമില്ലാതെ അവളെ ഈ വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും നിങ്ങൾ അയക്കരുത്. ഒരു താക്കീതെന്നോണം ആ വാക്കുകൾ ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. രുദ്രൻ്റെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം ജാനകിയമ്മ തെല്ലൊന്ന് അമ്പരപ്പിച്ചു. എങ്കിലും കയ്യിലിരുന്ന പത്രം ടീപ്പോയിൽ വെച്ച് അവർ അവനെ ഉറ്റുനോക്കി. പിന്നെന്താ, അവളെ ഇവിടെ ഒരു വേലക്കാരിയായി വെക്കാനാണോ നിന്റെ തീരുമാനം? അമ്മയുടെ ആ ചോദ്യത്തിൽ നേരിയൊരു പരിഹാസം, അതിലേറെ ചോദ്യഭാവം ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും മറുപടി നൽകാൻ രുദ്രൻ തയ്യാറായില്ല. അവൻ വേഗത്തിൽ പടികളിറങ്ങി തൻ്റെ ബൈക്കിന് അടുത്തേക്ക് നടന്നു. നീ ഇത് എങ്ങോട്ടാ രുദ്ര, ഈ വെയിലത്ത് തന്നെ? അവർ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചെങ്കിലും അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൻ തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ്റെ ഗർജനം ആ പറമ്പിലാകെ മുഴങ്ങി. മീരയുടെ കോളേജ് ലക്ഷ്യമാക്കി ആ വണ്ടി പാഞ്ഞു. കോളേജ് ഗേറ്റിന് മുന്നിൽ ടയറുകൾ ടാറിനെ ചുരുണ്ട ശബ്ദത്തോടെ രുദ്രൻ്റെ ബുള്ളറ്റ് വന്നു നിന്നു. ഹെൽമറ്റ് അയച്ചു വെച്ച് അവൻ കോളേജ് കെട്ടിടത്തിലേക്ക് ഒന്ന് നോക്കി. കണ്ണുകളിൽ വല്ലാത്തൊരു അഗ്നി പടരുന്നുണ്ടായിരുന്നു. അവൻ ഓരോ ക്ലാസ് മുറികളും മുന്നിലൂടെ ഒരു വേട്ടക്കാരനെ പോലെ നടന്നു. ഇടനായിൽ നിന്നിരുന്ന വിദ്യാർത്ഥികളുടെ കണ്ണുകൾ ആ 6 അടി 2 ഇഞ്ചുകാരനിൽ തറഞ്ഞു നിന്നു. അവൻ്റെ നടത്തത്തിലും ഗാംഭീര്യവും മുഖത്തെ ആ വന്യതയും ആരെയും ഒന്ന് ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒടുവിൽ ഒരു ക്ലാസ് മുറിയുടെ ജനാലക്ക് അവൻ തറഞ്ഞു നിന്നു. അവിടെ പുറം ലോകം അറിയാതെ തൻ്റെ പുസ്തകത്തിൽ എന്തോ കുത്തിക്കുറിക്കുന്ന മീര. രുദ്രൻ ആ ക്ലാസ്സിലേക്ക് അതിക്രമിച്ചു കയറി. ഹേ മിസ്റ്റർ, നിങ്ങൾ ഇത് എവിടെയാണ് കയറി വരുന്നത്? ഇതൊരു കോളേജാണ്, അല്ലാതെ നിങ്ങളുടെ വീടല്ല. ബ്ലാക്ക് ബോർഡിൽ മുന്നിൽ നിന്നിരുന്ന വിക്രം എന്ന പുതിയ അധ്യാപകൻ രുദ്രനെ തടയാൻ ശ്രമിച്ചു. രുദ്രൻ തൻ്റെ മുണ്ട് ഒന്ന് മടക്കി കുത്തി വിക്രമിനെ ഒന്ന് രൂക്ഷമായി നോക്കി. താൻ ആരാടാ എന്നെ തടയാൻ? രുദ്രൻ്റെ ആ ശബ്ദം ആ ക്ലാസ്സിലാകെ മുഴങ്ങിക്കേട്ടു. ഞാൻ ഇവിടുത്തെ പുതിയ പ്രൊഫസറാണ്. തനിക്ക് എന്നെ അറിയില്ലായിരിക്കും, വിക്രം ശബ്ദമുയർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും രുദ്രൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. അറിയില്ലായിരിക്കാം, പക്ഷെ തനിക്കറിയില്ല ഇത് എൻ്റെ കോളേജാണ്, ഇതിൻ്റെ ഉടമസ്ഥനും ഞാൻ തന്നെയാണെന്ന്. രുദ്രൻ്റെ വാക്കുകൾ കേട്ട് വിക്രം ഒന്ന് പകച്ചുപോയി. ക്ലാസ്സിലാകെ നിശബ്ദത പടർന്നു. രുദ്രൻ്റെ തട്ടകം ആണെന്നറിഞ്ഞതോടെ വിക്രം ഒരു വാക്കുപോലും മിണ്ടാതെ വഴി മാറിക്കൊടുത്തു. രുദ്രൻ്റെ വരവ് കണ്ടതും മീരയുടെ ചങ്ക് തകർന്നു. ഭയം കൊണ്ട് വിറച്ചവൾ ആരും അറിയാതെ ബെഞ്ചിനടിയിലേക്ക് പതുങ്ങിയിരുന്നു. എന്നാൽ രുദ്രൻ്റെ കണ്ണുകളിൽ നിന്ന് ഒളിക്കാൻ അവൾക്ക് ആകുമായിരുന്നില്ല. മീര, പുറത്തേക്ക് വാ, അവൻ ആജ്ഞാപിച്ചു. ആ ശബ്ദം കേട്ടതും അവൾ ഭയം കൊണ്ട് ഉമിനീരിറക്കി. ഗന്ധിന്തമില്ലാതെ ദയനീയത നിറഞ്ഞ മുഖത്തോടെ അവൾ ഡെസ്കിനടിയിൽ നിന്നും പതിയെ എഴുന്നേറ്റ് നിന്നു. അവിടെ വിറക്കുന്ന കൈകൾ വിക്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സർ, ഇതാരാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞില്ല, വിക്രം താഴ്മയോടെ രുദ്രനോടായി ചോദിച്ചു. രുദ്രൻ വിക്രമിന് മറുപടി നൽകിയില്ല. അവൻ മീരയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കൈത്തണ്ടിൽ മുറുകെ പിടിച്ചു. ആ മുറുക്കത്തിൽ അവൾ വേദനകൾ കൊണ്ട് പുളഞ്ഞുപോയി. നീയെങ്കിലും പറയൂ മീര, ഞാൻ നിന്റെ ആരാണെന്ന്. അവൻ്റെ ശബ്ദം താഴ്ന്നെങ്കിലും അതിൽ അപകടം പതിയിരിപ്പുണ്ടായിരുന്നു. പറഞ്ഞു കൊടുക്ക്, ഞാൻ നിന്റെ ആരാണെന്ന്. ഇതെൻ്റെ ഭർത്താവാണ് സർ. അവളുടെ പതിഞ്ഞ സ്വരം കേട്ടത് വിക്രം ഞെട്ടിപ്പോയി. വെറും 21 വയസ്സുള്ള ഈ പെൺകുട്ടി വിവാഹിതനാണെന്ന സത്യം ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിഞ്ഞില്ല. വിക്രമിൻ്റെ ഞെട്ടിൽ ഗൗനിക്കാതെ രുദ്രൻ അവളെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ്റെ ഉള്ളിൽ ദേഷ്യം പുകയുന്നുണ്ടായിരുന്നു. അവളുടെ കഴുത്തിലേക്ക് അവൻ കണ്ണോടിച്ചു. അവൻ ചാർത്തിയ താലിയോ സിന്ദൂരമോ അവിടെയില്ല. അല്ലെങ്കിലും ഒരു പകരക്കാരിയായ എനിക്ക് എന്തിനാണ് ഈ സിന്ദൂരവും താലിയും? അവൾ മനസ്സിൽ കൈപ്പോടെ ഓർത്തു. അവനെ ഒന്ന് നോക്കി. പക്ഷെ അവളുടെ കണ്ണുനീർ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നോവ് അനുഭവപ്പെട്ടു. അതൊരിക്കലും സഹതാപമല്ല. അവൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. പകയുടെയും പ്രണയത്തിൻ്റെയും ഇടയിലുള്ള ആ നൂൽപാലത്തിലൂടെ അവൻ നടന്നു നീങ്ങി. രുദ്രൻ ബുള്ളറ്റിൽ കയറി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഗർജനം ആ പരിഹാസമാകെ മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ മീര എന്തു ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുന്നു. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ രുദ്രൻ്റെ ഉള്ളിൽ ദേഷ്യം വീണ്ടും ഇരട്ടിച്ചു. കയറടി വണ്ടിയിൽ, നീ ആരെ നോക്കി നിൽക്കുക? അവൻ സിംഹത്തെ പോലെ അവർക്ക് നേരെ അലറി. അവൾ തൻ്റെ ഷാൾ ഒന്നുകൂടി ശരീരത്തോട് ചേർത്ത് ചുറ്റി അവനെ ദയനീയമായി നോക്കി. പേടികൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. എന്താടി നോക്കി നിൽക്കുന്നത്? നിന്നോട് കയറാനല്ലേ ഞാൻ പറഞ്ഞത്? അവൻ്റെ വാക്കുകൾ അടങ്ങാത്ത രോഷം പ്രകടമായി. എനിക്കിതിൽ കയറാനൊന്നും അറിയില്ല. വളരെ പണിപ്പെട്ടാണ് അവൾ ആ വാക്കുകൾ പുറത്തേക്ക് വിട്ടത് തന്നെ. രുദ്രൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. ഓ,
അതിന് നിന്റെ വായിൽ നാവില്ലേ? ചോദിച്ചതിന് ഉത്തരം പറയാൻ ഇപ്പോഴാണോ നിനക്ക് നേരം കിട്ടിയത്? അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. ആദ്യം ഒരു കാൽ ഇട്ടിരിക്ക്. അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ അടുത്ത് നീക്കം എന്തായിരിക്കുമെന്നോർത്തപ്പോൾ അവൾ വിറക്കുന്ന കാലുകളുടെ ബുള്ളറ്റിൽ ഒരു കാൽ എടുത്തു വെച്ചു. ഞാൻ പറയുന്നത് അനുസരിക്കാനാണ് നിനക്ക് നല്ലത് മീര. ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതം തന്നെ നീ അനുഭവിക്കേണ്ടി വരും. അവനൊരു താക്കീതെന്നോണം പറഞ്ഞു. ഇനി എന്നെ വീഴാതിരിക്കാൻ മുറുകെ പിടിക്ക്. അവൾ മടിച്ച് തൻ്റെ വിരലുകൾ അവൻ്റെ തോളിൽ ഒന്ന് സ്പർശിച്ചു. മര്യാദയ്ക്കിരുന്നു, ഇല്ലെങ്കിൽ വല്ല കട്ടറിലും കൊണ്ടുപോയി വീഴും. മര്യാദയ്ക്ക് എൻ്റെ അരയിൽ കൈ ചുറ്റി പിടിച്ചിരുന്നു. അവൾ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ രുദ്രനൊട്ടും തഴയില്ലാതെ അവളുടെ കൈകൾ ബലമായി വലിച്ചു തൻ്റെ അരയിൽ ചുറ്റിവെച്ചു. അവൻ്റെ പരുക്കൻ സ്പർശനത്തിൽ മീരയൊന്ന് വിറച്ചുപോയി. പിന്നീട് ആ ബുള്ളറ്റ് റോഡിലൂടെ പാഞ്ഞു. സ്പീഡ് കൂടുന്തോറും മീര പേടിച്ച് അവനിലേക്ക് ഒട്ടിച്ചേർന്നു. റോഡിലെ ഓരോ കുഴിയിൽ വീഴുമ്പോഴും അവളുടെ മൃദുവായ ശരീരം അവനിൽ അമരുന്നുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായേറ്റ ആ സ്പർശനത്തിൽ രുദ്രൻ്റെ നെഞ്ചിലൂടെ ഉൾക്കൊള്ളിയാൻ മിന്നി കടന്നുപോയി. ദേഷ്യത്തിൻ്റെ കനൽ എരിയുന്നുണ്ടെങ്കിലും സൈഡ് മിററിലൂടെ അവൻ അവളെ ഒന്ന് നോക്കി. പേടിച്ച് കണ്ണുകളടച്ച് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ മുഖം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പിടഞ്ഞു. പകയോ അതോ പ്രണയമാണോ തന്നിൽ നിറയുന്നത് തിരിച്ചറിയാനാതെ രുദ്രൻ വേഗത കൂട്ടി കാറ്റിലേക്ക് പറഞ്ഞു. ബുള്ളറ്റ് ഒരു വലിയ കുഴിയിൽ വീണതും നിയന്ത്രണം വിടാതിരിക്കാൻ രുദ്രൻ ഹാൻഡ് മുറുകെ പിടിച്ചു. ആ ആഘാതത്തിൽ മീര വിറയിലൂടെ അവനെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു പോയി. അവളുടെ വിരലുകൾ തൻ്റെ നെഞ്ചിൽ അമർന്നതും രുദ്രൻ്റെ ഉള്ളിൽ ദേഷ്യം അണപൊട്ടിയൊഴുകി. അവൻ വണ്ടി പെട്ടെന്ന് റോഡരികിലേക്ക് വെട്ടിച്ചു നിർത്തി. ഇറങ്ങടി എൻ്റെ വണ്ടിയിൽ നിന്ന്. അവൻ്റെ അലർച്ച കേട്ട് മീര ഞെട്ടി. അവളുടെ മുഖത്തെ പേടി കണ്ടിട്ടും രുദ്രൻ്റെ മനസ്സലിഞ്ഞില്ല. കെട്ടിപ്പിടിക്കാൻ വേറെ ആരെങ്കിലും നോക്കടി നീ. എൻ്റെ മേലേക്ക് വരാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മീര വിറക്കുന്ന കൈകളുടെ വണ്ടിയിൽ നിന്നും താഴേക്കിറങ്ങി. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു.